ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിനെ പറ്റി പറയാം. ഈ ഗ്രാൻഡ്സിന്റെ ടൈം ആയിട്ടില്ല, പക്ഷേ ആ കുട്ടി കമന്റ് ഇട്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് വേണമെങ്കിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ്സിൽ ചോദിച്ചാൽ മതി. ഞാൻ എല്ലാ കമന്റ്സിനും റിപ്ലൈ തരുന്നതാണ്. എന്താണ് ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ്? ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ 10th കഴിഞ്ഞ് +1 +2 UG PG ഇങ്ങനെ പഠിക്കുന്ന സ്റ്റുഡൻസിനായിട്ട് ഗവൺമെന്റ് തന്നെ ഫീസ് കൺസെക്ഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിന് ആരൊക്കെ എലിജിബിൾ ആണ്, എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഇതിൽ ആരൊക്കെ എലിജിബിൾ ആണെന്ന് വെച്ചാൽ ജനറൽ കാറ്റഗറി, OBC, SC, ST, OEC കാറ്റഗറി. ഇതിനകത്ത് ഒ ബി സിയില് H എന്നുള്ള വിഭാഗമുണ്ട്. അവർക്ക് 6 lakhന് താഴെയാണെങ്കിൽ മാത്രം, ആനുവൽ ഇൻകം 6 lakhന് താഴെയാണെങ്കിൽ മാത്രം അവർ ഇതിന് എലിജിബിൾ ആവുള്ളൂ. അപ്പൊ ഈ ആനുവൽ ഇൻകം എങ്ങനെയാണ് നമ്മൾ നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും ആനുവൽ ഇൻകം. അതല്ലെങ്കിൽ റേഷൻ കാർഡിലും ഉണ്ട് തോന്നണം നമ്മുടെ ആനുവൽ ഇൻകം. ബാക്കി എല്ലാ ജനറലിനും OBCക്കും 1 lakhന് താഴെയാണെങ്കിൽ ആനുവൽ ഇൻകം അവർ ഇതിന് എലിജിബിൾ ആണ്. അതുപോലെ തന്നെ SC, ST, OEC ഈ 3 കാറ്റഗറിക്കും ആനുവൽ ഇൻകം ഒരു പ്രശ്നമല്ല, അവർ ഇതിന് ഓൾറെഡി എലിജിബിൾ ആണ്. പക്ഷേ ഇത് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അക്ഷയ ത്രൂ, ഓൺലൈൻ ത്രൂ വഴി ചെയ്യാം. ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങണം എന്ന് വെച്ചിട്ട് നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷമാണ് ഇതിന് അപ്ലൈ ചെയ്ത് കൊടുക്കണത്. ഈ വർഷത്തിന്റെ ഇത് തുടങ്ങിയിട്ടില്ല. ഇത് തുടങ്ങുമ്പോൾ ഞാൻ എന്തായാലും അത് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ഇടാം. ഇതിന്റെ ആപ്ലിക്കേഷൻ എപ്പോൾ സ്റ്റാർട്ട് ആവും എന്ന് വെച്ചാൽ കോളേജിൽ ഫസ്റ്റ് ഇയർ അഡ്മിഷൻ തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ആവും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കിട്ടണം എന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സ് എന്താണ്, ഡിസ്റ്റൻസ് എന്താണ്, പിന്നെ നമ്മുടെ കാസ്റ്റ് എന്താണ്, അതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ എമൗണ്ടിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഗ്രാൻഡ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഈ ഗ്രാൻഡ്സ് കിട്ടി, അപ്പം നമുക്ക് വേറൊരു സ്കോളർഷിപ്പും കൂടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ രണ്ടിലും കൂടെ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഏതാ അത് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ട് മറ്റത് ക്യാൻസൽ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഈ ഗ്രാൻഡ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സെക്കൻഡ് ഇയർ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് മാനേജ്മെന്റ് കോട്ട NRICയിൽ ഈ ഗ്രാൻഡ്സിന്റെ സ്കോളർഷിപ്പ് കിട്ടൂല. മെറിറ്റ് സീറ്റിലേക്ക് നമുക്ക് കോളേജ് കിട്ടിയെങ്കിലാണ് ഈ ഗ്രാൻഡ്സിന്റെ സ്കോളർഷിപ്പിന് നമ്മൾ എലിജിബിൾ ആവണത്. ഇതെന്ന് വെച്ചപ്പോൾ നമ്മൾ ഓൺലൈനിൽ നമ്മുടെ കുറച്ച് പ്രൂഫും ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കണം. അതിനുശേഷം ഇത് അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ പേപ്പർ നമ്മൾ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കണം. കോളേജ് ത്രൂ ആണ് നമുക്ക് ഈ ഗ്രാൻഡ്സിന്റെ സ്കോളർഷിപ്പ് കിട്ടുന്നത്. ഇതിൽ ഫീസ് കൺസെക്ഷൻ വന്നത് ട്യൂഷൻ ഫീ, എക്സാം ഫീ, അതുതന്നെ സ്പെഷ്യൽ ഫീ. SC, ST വിഭാഗങ്ങൾക്ക് ഹോസ്റ്റൽ ഫീസും മെസ് ഫീസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം അത് അത്ര കുറഞ്ഞു വരും. അപ്പം നമ്മൾ അത്രയും പൈസ തിരിച്ചടച്ചാൽ മതി. ഗ്രാൻഡ്സിൻ്റെ സ്കോളർഷിപ്പ് സാങ്ഷനായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇതിനൊക്കെ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾ ഫസ്റ്റ് ഇയറിന് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റത്തെ ഇയറിലെ കുറച്ചൊരു ഫീസ് അടയ്ക്കണം. അതിന് ശേഷം നമുക്ക് ഈ ഗ്രാൻഡ്സ് കിട്ടും. അപ്പം അതിൽ ഇതായി പോകും. നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഞാൻ പറ്റുന്ന എൻ്റെ ടൈം അനുസരിച്ച് ഞാൻ എല്ലാ കമൻറ്റ്സും റിപ്ലൈ തരും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ.